ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ വിവിധ മഹല്ലുകളിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ കോർണറുകൾ സംഘടിപ്പിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനകൾ സംഘടിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം പൂക്കോട്ടൂർ പപ്പാട്ടുങ്കൽ ജുമാ മസ്ജിദ് പരിസരത്താണ്. ഇവിടെ അല്പം മുമ്പ് ഫലസ്തീനു വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും മറ്റുമൊക്കെ നടക്കുകയുണ്ടായി. ഇപ്പോൾ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ നമ്മളൊപ്പം ചേരുകയാണ്. ഫലസ്തീന് മനസ്സുകൊണ്ടും എല്ലാം കൊണ്ട് നമ്മളൊരു പിന്തുണ നൽകുകയാണ്. തീർച്ചയായും. കാരണം കഴിഞ്ഞ 23 മാസം കൊണ്ട് ഏകദേശം 26,000-ൽ പരം കുഞ്ഞുങ്ങളെ കൊന്നു എന്ന് പറയുമ്പോൾ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അംഗമംഗു എന്ന് പറയുമ്പോൾ, സിവിലിയന്മാരെ കൊന്നൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെതിരെ ലോക മനസാക്ഷി ഉണർന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ പ്രതിഷേധം നടക്കുന്നു. ജൂതന്മാർ വരെ ഇസ്രയേലിൽ ഇതിനെതിരെ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ തന്നെ അമേരിക്കൻ വിരുദ്ധ വികാരം ഈ കാര്യത്തിൽ അലയടിക്കുകയാണ്. അപ്പോൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത പ്രകാരം എല്ലാ മഹല്ലുകളിലും ഇതുപോലെ മനസാക്ഷിയുള്ള ആളുകളൊക്കെ ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ ലോകത്തിൽ തന്നെ മൊത്തത്തിൽ ഫലസ്തീന് അനുകൂലമായിട്ട് ലോകത്തെ ഒരുപാട് മനുഷ്യാവകാശ സംഘടന ഇപ്പോൾ ഫ്ലോട്ടില വരുന്നു, അവർ തടയുന്നു. അത് സ്പെയിൻ വരെ ശക്തമായി, സ്പെയിൻ ഇന്നലെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ആ ഫ്ലോട്ടിലെ തടഞ്ഞതിന്റെ പേരിൽ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ, ഇസ്രായേലിന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ രാജ്യത്ത് നിന്ന് പുറത്തു പോകാൻ പറഞ്ഞു. അത്രയും ഒരു വലിയ സമീപനം സ്പെയിനിൽ നിന്നൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ശക്തമായ ഇസ്രായേൽ വിരുദ്ധ സമീപനം വരിക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം ലോകം മുഴുവൻ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നുകൊണ്ടാണ്. അപ്പോൾ ആ പ്രതിഷേധം നമ്മൾ താഴെ തട്ടി നടത്തുമ്പോഴും അത് ലോകം വായിക്കുന്നുണ്ട്, ലോകം അത് വിലയിരുത്തുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് 193 അംഗരാജ്യങ്ങളാണ് UN ഉള്ളത്. ആ 193 അംഗരാജ്യങ്ങളിൽ 151 രാജ്യങ്ങൾ ഇസ്രായേലിന്റെ അസിസ്റ്റൻസ് അംഗീകരിച്ചു. അത് വളരെ പ്രധാനമാണ്, മുമ്പ് ഇല്ലാത്തൊരു കാര്യമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരിക്കലും അമേരിക്കയുടെ ഈ നയത്തെ എതിർത്തിരുന്നില്ല. ഇപ്പോൾ യൂറോപ്പിൽ വരെ ഇതിനെതിരെ എതിർപ്പ് വരികയാണ്. അത് താഴെ തട്ടിൽ ജനകീയ പ്രതിഷേധം നടക്കുമ്പോൾ അതിനെ മറച്ചുവെക്കാൻ കഴിയില്ല എന്നതിന്റെ ഒരു ബഹിസ്ഫുരണമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ സമസ്തയും അതോടൊപ്പം തന്നെ സുന്നി മഹല്ല് ഫെഡറേഷനൊക്കെ ഈ ഒരു പ്രതിഷേധം അത് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട്. തീർച്ചയായും അത് ഇന്ത്യയുടെ പാരമ്പര്യമാണ്. ഇന്ത്യ എക്കാലത്തും പലസ്തീന്റെ കൂടെ നിന്നാണ്. ഇപ്പോൾ അഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം ഇന്ത്യയുടെ സഹായം പ്രത്യേകമായി അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിർദ്ദേശപ്രകാരം പലസ്തീനിൽ കൊണ്ടുപോയി കൈമാറിയത് വലിയ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യം PLO അംഗീകരിച്ചിരുന്നു. PLOക്ക് ഒരു ഓഫീസ് തുറക്കാനുള്ള സൗകര്യം ഡൽഹിയിൽ തുറന്നു കൊടുത്തിരുന്നു. മാത്രമല്ല 3 തവണയിലധികമാണ് എന്റെ ഓർമ്മ യാസർ അറഫാത്ത് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ അതേ പാരമ്പര്യം തുടരുന്നു. അതിൽ നമ്മളും പ്രതിഷേധിക്കുന്നു. ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക എന്നത് വളരെ അപകടകരമായ കാര്യമാണ്. അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, അല്ലെങ്കിൽ മതപരമായ പോരാട്ടമല്ല ഇത്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെറുതാക്കുകയും ചെയ്യരുത് എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പം ചുരുക്കം ചില ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ചില രാജ്യങ്ങൾ യൂറോപ്പ് അത് ആ ആശങ്കയൊക്കെ ഈ ജനകീയ പ്രതിഷേധത്തിന്റെ മുന്നിൽ ഒലിച്ചു പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു സമൂഹം ഇത്തരം വൃത്തികേടുകൾ ന്യായീകരിക്കുന്നത് ലോകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ പിന്തുണച്ചിരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോൾ പിൻവലിച്ച് ഈ വംശഹത്യക്കെതിരെ, ജനോസൈഡിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയെന്നാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും. ഏതായാലും ഫലസ്തീൻ ജനതയ്ക്ക് പ്രാർത്ഥന കൊണ്ടും മനസ്സുകൊണ്ടും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ ഇത്തരത്തിൽ ഈ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും ഇത്തരത്തിലുള്ള പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. അനുരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.